ഫൗണ്ടേഴ്സ് ഫോർമുലയുടെ 4ാമത്തെ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. നോർത്ത് ആംസ് ആദ്യകാലങ്ങളിൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ വെച്ച് യാത്ര ആരംഭിക്കുകയും പിന്നീട് വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിറ്റുകളിൽ നിന്ന് അത് കമ്മ്യൂണിറ്റി ലിവിങ്ങിലെ അപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറി. അതിനുശേഷം നമ്മൾക്ക് വന്നിട്ടുള്ള ഒരു എൻക്വയറി ആയിരുന്നു, അതല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി ഇതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ഒരു ആവശ്യകതയാണെന്ന് മനസ്സിലായി. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾക്ക് ഒരു ബയോഗ്യാസ് സ്ഥാപിക്കുന്നതിന് ഒരു അവസരം ലഭിച്ചത് നമ്മളുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള പോൾ ആൻ്റണി IAS. അദ്ദേഹം ആലുവയിൽ പെരിയാറിൻ്റെ തീരത്തൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ആ പ്രദേശം അതൊരു 2 നിലയുള്ളൊരു വീടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയിലത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഈ ടോയ്ലറ്റിൻ്റെ സെപ്റ്റിക് ടാങ്കും കാര്യങ്ങളെല്ലാം വരുന്നത്. മഴ സമയത്ത് വെള്ളം കൂടുന്ന സമയത്ത് ഈ സെപ്റ്റിക് ടാങ്കൊക്കെ അവിടെ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യില്ലാത്തൊരു ഇഷ്യൂ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഫാമിലി അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ സൊല്യൂഷൻ സെറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾക്കൊരു അവസരം തന്നത്. അവിടെ ചെയ്തത് നമ്മളുടെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന ഹ്യൂമൻ വേസ്റ്റും കിച്ചണിൽ നിന്ന് വരുന്ന ഫുഡ് വേസ്റ്റും 2 ചേമ്പറിലൂടെ ഒരു ഡൈജസ്റ്ററിനകത്തേക്ക് നമ്മൾ വിടുന്നു. അതിനകത്തുനിന്ന് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മീഥെയിൻ ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ഫിൽട്രേഷന് ശേഷം കിച്ചണിനകത്ത് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഓവർഫ്ലോ വരുന്നത് നമ്മളൊരു സെപ്റ്റിക് ടാങ്ക്, ഒരു 3 ചേമ്പർ സിസ്റ്റത്തിലൂടെ തന്നെ പാസ് ചെയ്ത് സോക്ക് പിറ്റിലേക്ക് വിടുന്നു. ആ ഒരു സിസ്റ്റമായിരുന്നു അവിടെ ചെയ്തത്. വളരെ വിജയകരമായിട്ട് നമുക്കത് പൂർത്തീകരിക്കുന്നതിനും അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ആദ്യ നാളുകളിൽ സേവനം നൽകുന്നതിനും വലിയൊരു അവസരം ലഭിച്ചു. അങ്ങനെ ആ പ്രൊജക്റ്റ് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഈ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ എന്തുണ്ടെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെടുകയും അങ്ങനെ നമ്മൾക്ക് തിരുവാങ്കുളത്തുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ബിഷപ്പ് ഹൗസിനോട് ചേർന്നിട്ടൊരു ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്കൊരു അവസരം ലഭിച്ചു. അതിനുശേഷം ബിഷപ്പിൻ്റെ തന്നെ മാനേജ്മെൻറ്റിന് കീഴിലുള്ള മരടിലുള്ള ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിൽ അവിടുത്തെ ക്യാൻറ്റീൻ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് ബിഷപ്പ് ആവശ്യപ്പെടുകയും ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാട്ടർ ലോഗിങ് ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾക്ക് ഭൂമിക്ക് അടിയിലേക്ക് ഒരടിയിൽ കൂടുതൽ താഴ്ത്തുന്നതിനുള്ള സാധ്യതയില്ലായിരുന്നു. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ആ പ്ലാന്റ് മണ്ണിൻ്റെ മുകളിലേക്ക് നിർമ്മിച്ച് അതിൻ്റെ ചുറ്റും വരുന്ന ഏരിയ നമ്മൾ കോമ്പൗണ്ട് വാൾ പോലെ കിട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സൈറ്റായിരുന്നു. എങ്കിലും വളരെ വൃത്തിയായിട്ട് നമ്മൾക്കത് പൂർത്തീകരിക്കുന്നതിനും കഴിഞ്ഞ 2016 നിർമ്മിച്ച ആ പ്ലാന്റ് ഇന്ന് കഴിഞ്ഞ 7-8 വർഷമായിട്ടും വളരെ വൃത്തിയായിട്ട്, കോവിഡ് സമയത്ത് പ്രവർത്തിക്കാതെ ഇരുന്നു. അതിനുശേഷമൊന്നും നമ്മൾക്ക് അതിൻ്റെ ഒരു ബാക്ടീരിയ കൾച്ചറിങ് ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നും അത് വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ 2 പ്രൊജക്റ്റുകൾ പൂർത്തീകരിച്ച് പിന്നീട് നമുക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു നമ്മളുടെ സിന്തൈറ്റ് ഗ്രൂപ്പിൻ്റെയൊക്കെ ചെയർമാനായിരുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട CV ജേക്കബ് സാറിൻ്റെ വീട്ടിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് അതിനൊരു അവസരം നൽകി. അങ്ങനെ അതൊരു ഫൈബറിലുള്ള പോർട്ടബിൾ പ്ലാന്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടുതൽ അംഗങ്ങളും അതല്ലെങ്കിൽ ജോലിക്കാരും കൃഷിയിടമൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് വേസ്റ്റിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടി വലിയൊരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുക്കുകയും അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ നിർമ്മിക്കുന്ന ഒരു ദീനബന്ധു പ്ലാന്റ് നമുക്ക് സ്ഥാപിച്ച് ഇന്നും ആ പ്ലാന്റ് വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു വർഷം നമ്മൾക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ അങ്ങനെ 3 പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനുള്ളൊരു അവസരം, അതും 3ഉം സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ട് നമുക്കൊരു പ്ലാന്റ് നിർമ്മിക്കുന്നതിനും അങ്ങനെ ആ മേഖലയിലേക്ക് ഒരു എൻട്രി ലഭിക്കുകയും അങ്ങനെ ജേക്കബ് സാറിൻ്റെ വീട്ടിൽ ആ ഒരു പ്ലാന്റ് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ജേക്കബ് സാറിൻ്റെ ഇളയ മകൻ ഏറ്റവും ബഹുമാനപ്പെട്ട അജു സാറായിരുന്നു അന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളുടെ ആ ഒരു കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അവരുടെ വീട്ടിലുണ്ടാകുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നതിനൊരു സിസ്റ്റം, അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകാതെ പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഒരു 10,000 ലിറ്ററിൻ്റെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതിനൊരു അവസരം നൽകുകയും ഈ 2 സിസ്റ്റവും ഇന്നും വളരെ വിജയകരമായിട്ട് അവിടെ പ്രവർത്തിക്കുകയും അതിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസോ സർവീസോ ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയി ചെയ്തു കൊടുക്കുന്നതിനൊക്കെ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ പ്രമുഖ വ്യക്തികളുമായിട്ട് ഒരു നല്ല റിലേഷൻ സ്ഥാപിക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർക്കിൻ്റെ
അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിനും ഏകദേശം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 8 വർഷം കൊണ്ട് 100-ൽ പരം പോർട്ടബിൾ പ്ലാന്റുകളും ഏകദേശം 50ഓളം ഫിക്സഡും, അത് 2 M³ മുതൽ ഏകദേശം 25 M³ വരെയുള്ള കപ്പാസിറ്റിയിലുള്ള വിവിധ തരം പ്ലാന്റുകൾ, അതും കേരളത്തിനകത്തും ബാംഗ്ലൂരും ഉള്ള പ്രമുഖ നഗരങ്ങളിലൊക്കെ നമുക്ക് ഈ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് സാധിച്ചു. ആ നാളുകളിലൊക്കെ നമ്മൾക്ക് ഇതിന് ഏറ്റവും സഹായകരമായിട്ട് നിന്നിരുന്നത് ഓർക്കേണ്ട ഒരു വ്യക്തിയാണ്, ചേർത്തലയിലുള്ള രമേശൻ ചേട്ടനാണ്. കാരണം അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലി എന്താണെങ്കിലും അതിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ നാളുകൾ മുതൽ ഇന്നും നമ്മളുടെ പല പ്രൊജക്റ്റുകളിലും പല അവസരങ്ങളും അദ്ദേഹം തന്നെയാണ് നമ്മൾക്ക് സപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ട് കൂടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ സുഗമമായിട്ട് പോവുകയും അത്തരം പ്ലാന്റുകളുടെ നിർമ്മാണം വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുന്നതിനുമൊക്കെ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഡിസൈനിങ്ങിനകത്തും അതേപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനകത്തും അതിനുശേഷം വരുന്ന അതിൻ്റെ മെയിൻ്റനൻസ്, അതല്ലെങ്കിൽ റീവാമ്പിങ്, മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ പിന്നീട് നമുക്ക് കേരളത്തിലെ തന്നെ പ്രമുഖ ഇൻഡസ്ട്രികളിലെ പ്ലാന്റുകളുടെ റീവാമ്പിങ് സ്റ്റോറികളൊക്കെ ഉണ്ട്. അത് പിന്നീടുള്ള എപ്പിസോഡുകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് കമ്പോസ്റ്റിംഗ്, ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനകത്ത് അതൊരു വീട്ടിലെ ഫുഡ് വേസ്റ്റ് ആയാൽ അത് കമ്പോസ്റ്റിംഗ് ഡിവൈസ് ഉപയോഗിച്ച്, അതല്ലെങ്കിൽ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചും, ഇനി കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ ഉപയോഗിച്ചും, അതല്ലെങ്കിൽ വലിയ ദീനബന്ധു പ്ലാന്റുകൾ നിർമ്മിച്ചുകൊണ്ടും സംസ്കരിക്കുന്നതിനുള്ള ഒരു എക്സ്പെർട്ടൈസ്, ഒരു പ്രാക്ടിക്കൽ എക്സ്പെർട്ടൈസ് നമുക്ക് നമ്മളുടെ ആ ഒരു സ്കില്ല് കാഴ്ചവെക്കുന്നൊരു അവസരമാണ് ലഭിച്ചത്. അങ്ങനെ ആദ്യത്തെ വർഷം ഈ പ്രൊജക്റ്റുകളുമൊക്കെ ആയിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ആദ്യത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് സാധിച്ചു. Northams, leading to zero waste.